Good morning to all. Today we discussed about sources of data. The sources of data mainly classified into three types: primary data, secondary data and other classification. The other classification include documentary and library and personal sources. The primary data and secondary data we can explain previous class. What is primary data? Primary data means the first collected data and original data is called primary data. Secondary data means the data can be already collected, tabulated and presented. The data should be already available. That is secondary data. The next category is other classification. It include documentary and library sources and personal sources. Documentary sources means the data can be classified on the basis of their documents and their collected information. That is documentary sources. The documentary source include both official and unofficial in nature. The documentary source means both official and unofficial data can be included in documentary source. The next category is personal source. Personal source means the data can be arranged into personal informations and personally collected data. That is called personal sources. മിസ് പറഞ്ഞു ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് പറഞ്ഞു ബോത്ത് ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള നേച്ചറുള്ളതൊക്കെ ഡോക്യുമെൻ്ററി സോഴ്സസിലാണ് വരുന്നത്. ദ ഡോക്യുമെൻ്ററി സോഴ്സസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്: ഇൻഡിവിജ്വൽ ആൻഡ് പബ്ലിക്. ഡോക്യുമെൻ്ററി സോഴ്സിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഇൻഡിവിജ്വൽ സോഴ്സസ് ആൻഡ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സിന് വീണ്ടും നമ്മൾ ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റേഴ്സ് ആൻഡ് മെമ്മറീസ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്ന കാറ്റഗറിയാണ് ലൈഫ് ഹിസ്റ്ററി. ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിബ്ലിയോഗ്രഫി ബിബ്ലിയോഗ്രഫി അല്ലെ ബയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും മെയിൻലി ലൈഫ് ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ലൈഫ് ഹിസ്റ്ററി കണ്ടെയ്ൻ ഓൾ കൈൻഡ്സ് ഓഫ് ബയോഗ്രഫി, ഇൻഫോർമേഷൻ ആൻഡ് ഓട്ടോബയോഗ്രഫി എക്സെട്ര ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ലൈഫ് ഹിസ്റ്ററി. അതായത് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ഒക്കെ ഇൻക്ലൂഡഡ് ചെയ്യുന്നതായിരിക്കും ലൈഫ് ഹിസ്റ്ററിയിൽ വരുന്നത്. അപ്പോൾ ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ഓൾ കൈൻഡ്സ് ഓഫ് ബയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് ഓട്ടോബയോഗ്രഫി എന്തുമാവാം. അതാണ് ലൈഫ് ഹിസ്റ്ററിയിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഡയറി. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഡയറി എഴുതുന്നവരുണ്ടായിരിക്കും. അതെന്താണ്? ആ ഡയറിയിൽ എന്താ ഉണ്ടായിരിക്കുക? നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഡയറിയിലായിരിക്കും. അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്? The diary can contain certain events, day-to-day affairs, their feelings, reactions, etc. Some of the diary may be published later. The diary provides the life of the person, the most revealing source of first-hand information. It take the evidence for our study. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഈവൻസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ നടന്ന അഫെയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഫീലിങ്സും റിയാക്ഷനും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഡയറിയിലായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒക്കെ ഡയറീസ് പിന്നീട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് കിട്ടുന്നതാണ്. അതായത് ഡയറിയിൽ ഇപ്പോൾ ആളുടെ ഡയറി എടുത്ത് നോക്കുന്നതാണെങ്കിൽ ആളുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് അയാൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആളോട് ചോദിച്ചറിയുന്നത് പോലെ തന്നെ നമുക്ക് വിശ്വാസ്യം വരുന്ന ഒന്നാണ് ആൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡീനെ ലീഡ് ചെയ്യുന്നൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡയറി എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഡയറിയിൽ പറയുന്നത്. ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് include events, feelings, reactions of some particular person, and the diaries may be published later. Diary provide the life of the person and it revealing the first hand information and it take the advice or evidence for our study. That is diary. Next category is letters. Letters എന്ന് പറഞ്ഞാൽ എന്താണ്? It is concerned by individual related to the problem. Letters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? ഇപ്പോൾ ഒരാൾക്ക് ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതുന്നതായ ലെറ്റേഴ്സ് വഴിയായിരിക്കും. അപ്പോൾ ലെറ്റേഴ്സിൽ പറയുന്നത് ഇറ്റ് ഗീവ്
ഐഡിയ അബൌട്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ട്രെൻഡ്സ് ഓഫ് ഹിസ് മൈൻഡ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ അയാളുടെ മൈൻഡ്സിൽ കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരാളുടെ ലെറ്റേഴ്സ് വഴി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതാണ് ലെറ്റേഴ്സിൽ പറയുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് നമ്മൾ എടുക്കുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. അതുവഴി നമുക്ക് ആ പ്രോബ്ലത്തെക്കുറിച്ചുള്ള ആളുടെ ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ആളുടെ മൈൻഡിൽ ആ പ്രോബ്ലത്തെക്കുറിച്ച് എന്താണ് ഇപ്പോൾ കറൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഈ ലെറ്റേഴ്സ് വഴി നമ്മൾ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് മെമ്മറീസ്. മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സർട്ടൻ പീപ്പിൾ വിൽ write their memories concerned with certain events, travel and other significant phenomena. These memories provide material for the study. അത് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഇപ്പോൾ യാത്ര വിവരം കാര്യങ്ങളൊക്കെ എഴുതില്ലേ, അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ മെമ്മറീസിൽ അയാൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഈവൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ട്രാവൽസിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും കുറിച്ചായിരിക്കും ആളുടെ മെമ്മറീസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മെമ്മറീസ് നമ്മൾക്ക് നമ്മുടെ സ്റ്റഡീനായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റഡീനെ ഫ്യൂച്ചർ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യാനും ഈ മെമ്മറീസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പീപ്പിൾസ് റൈറ്റ് ദെയർ മെമ്മറീസ് കൺസേൺഡ് വിത്ത് സർട്ടൻ ഈവൻറ്റ്സ്. ചില പീപ്പിൾസ് അവരുടെ മെമ്മറീസ് എഴുതി വയ്ക്കും. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ട്രാവൽ ചെയ്ത അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ സ്റ്റഡിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനെ പറയുന്നതാണ് മെമ്മറീസ് എന്ന്. അപ്പം ഇതാണ് ഡോക്യുമെൻ്ററി സോഴ്സസിൻ്റെ ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ വരുന്ന ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റേഴ്സ് ആൻഡ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഡോക്യുമെൻ്ററി സോഴ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് പബ്ലിക് ഡോക്യുമെൻറ്റ്. പബ്ലിക് ഡോക്യുമെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പബ്ലിഷ്ഡ് റെക്കോർഡ്സ്, ന്യൂസ് പേപ്പർ, ജേർണൽസ് ആൻഡ് മാഗസീൻസ്, പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്, അതർ സോഴ്സസ്. ദീസ് ആർ ദ പബ്ലിക് റിലേറ്റഡ് സോഴ്സസ്. നെക്സ്റ്റ് ഇതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി വരുന്നതാണ് പബ്ലിഷ്ഡ് റെക്കോർഡ്സ് എന്ന്. പബ്ലിക് റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ് ആൻഡ് മാഗസീൻസ്. പബ്ലിക് റെക്കോർഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്, സർവേ എക്സെട്ര ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ പബ്ലിക് റെക്കോർഡ്സ്. ദാറ്റ് മീൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ്. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തു, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും പബ്ലിക്കിലേക്ക്. പബ്ലിഷ് ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് പബ്ലിഷ്ഡ് റെക്കോർഡ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ജേർണൽസ് മുഖേന ന്യൂസ് പേപ്പർ മുഖേന പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറയുന്നതാണ് പബ്ലിഷ്ഡ് റെക്കോർഡ്സിൽ. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻഫർമേഷൻ പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ന്യൂസ് പേപ്പറിൽ വഴിയായിരിക്കും. സച്ച് ആസ് എഡിറ്റോറിയൽ, ഡിസ്കഷൻ ഓർ ന്യൂസ്, കണ്ടംപററി ഇഷ്യൂസ്, വേരിയർ റിപ്പോർട്ട്സ് എക്സെട്ര. അതായത് ന്യൂസ് പേപ്പറിൽ എന്തിട്ടുണ്ടാകുന്ന എഡിറ്റോറിയൽ സെക്ഷൻ ഉണ്ടായിരിക്കും, ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ വരുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ പറയുന്നത് ദ ഇൻഫർമേഷൻ ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പർ വഴി ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്നതിനാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ജേർണൽസ് ആൻഡ് മാഗസീൻസ്. ജേർണൽസ് ആൻഡ് മാഗസീൻസ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണൽസ് ഓർ മാഗസീനായിരിക്കും. The journals and magazines include wide variety of information which can be utilized for social research. അതായത് ജേർണൽസിലും ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ മാഗസീൻസിലൊക്കെ വെറൈറ്റി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ സോഷ്യൽ റിസർച്ചിന് ഹെൽപ്പ് ആകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന് യൂട്ടിലൈസ് ആവുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ജേർണൽ ആൻഡ് മാഗസീൻസ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാം, ദ റിസർച്ചർ ഷുഡ് ബി സെലക്ട് യൂസബിൾ ഇൻഫോർമേഷൻ ഫ്രം ദ ഇൻഫോർമേഷൻ സപ്ലൈഡ് ബൈ ദീസ് ജേർണൽസ്. അതായത് ജേർണൽസ് മാഗസീൻസിലൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഏതാണോ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്, വാട്ട് എവർ വി നീഡഡ്, അത് മാത്രം നമ്മൾ എടുത്താൽ മതി എന്നാണ് ജേർണൽസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. പബ്ലിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് ഡാറ്റ. പബ്ലിക് റെക്കോർഡ്സ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് ഡാറ്റ.
നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് സെൻസസ് റിപ്പോർട്ട്, ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ഇറ്റ് പബ്ലിഷ്ഡ് ബൈ ദ വേരിയസ് അതോറിറ്റീസ്. പബ്ലിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണ്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സെൻസസ് ഒക്കെ നടക്കില്ലേ അതിൻ്റെ റിപ്പോർട്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ ആനുവൽ ബഡ്ജറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സൊക്കെ ആണ് ഈ പബ്ലിക് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക. ഇത് പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ആയിരിക്കും പബ്ലിക് റെക്കോർഡ്സൊക്കെ പബ്ലിഷ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പേഴ്സൺ ആയിരിക്കും പബ്ലിക് റെക്കോർഡ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. The report published by the government are considered as the most reliable research data. നമുക്ക് ഈ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് ആയിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഗവൺമെൻറ് നമ്മുടെ സൊസൈറ്റി പീപ്പിൾസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The past data is collected for our research is called a historical document. A historical document is provide the data or events in the past, manuscripted, palm leaves, copper plate, stone. അതായത് നമ്മുടെ ഡോക്യുമെൻ്ററി ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റിൽ പറയുന്നത് നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന്. നെക്സ്റ്റ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് അതർ സോഴ്സസ്. അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ജേർണൽസ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാണ്ട് നമ്മൾ ടെലിവിഷൻ വഴി, റേഡിയോ വഴി, അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ചസ് വഴിയൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് അതർ സോഴ്സസ് എന്ന്. അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും മാഗസീൻസും ഒന്നും കൂടാണ്ട് നമ്മൾ ടി വി, റേഡിയോ അത് വഴിയൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് അതർ സോഴ്സസ് എന്ന്. അപ്പോൾ നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ്. അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് the matters related with the public interest. These records are not be available for the public and published form. That means റെക്കോർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഒരു പബ്ലിഷ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതായത് ദാറ്റ് മീൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. റെക്കോർഡ്സ് ആർ നോട്ട് അവൈലബിൾ ഫോർ ദ പബ്ലിക് ഇൻ പബ്ലിഷ്ഡ് ഫോം. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് റെക്കോർഡ്സ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ അതൊന്നും പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതാണ് അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. In case of documentary source can be classified into 3 types: individual source, second one is public source. Public source can be classified into published records, newspapers, journals, public records, historical document and other sources. The third category of documentary source is unpublished source. That means the records are not available for the public in the published form, that is unpublished records. These are the major classification of documentary source. Next we can discuss about merits of secondary data. What are the merits of secondary data? Secondary data means the already collected data, and second hand data is called secondary data. The first merit of the secondary data is to provide an insight to the total situation studied. സെക്കൻഡറി ഡാറ്റ നമ്മൾ എന്ത് സിറ്റുവേഷനെ കുറിച്ചാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ഇൻസൈറ്റ്, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് നൽകുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഫ്യൂച്ചറിൽ എങ്ങനെ ഒക്യൂർ ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ഫോർമുലേറ്റ് ചെയ്യാനും സെക്കൻഡറി ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് റിസർച്ചർക്ക് ഒരു കോംപ്ലിമെൻ്ററി ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻസൈറ്റ് ടു ദ പ്രോബ്ലം. അതായത് റിസർച്ചർക്ക് ആളുടെ പ്രോബ്ലത്തെക്കുറിച്ചൊരു ഇൻസൈറ്റ് നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിസർച്ചർക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് ഇറ്റ് പ്രൊവൈഡ് എ കോംപ്ലിമെൻ്ററി ഇൻഫോർമേഷൻസ് ടു ദ റിസർച്ചർക്ക് ഒരു കോംപ്ലിമെൻ്ററി ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സെക്കൻഡറി ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇപ്പം എന്തൊരു കാര്യത്തിനും അഡ്വാൻറ്റേജസ് ഉള്ള പോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കിയത് മെറിറ്റ്സ് ആണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സെക്കൻഡറി ഡാറ്റ. The first limitation of the secondary data is that data should be already available. That means secondary data already available ആയിട്ടുള്ളതായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ഏതെങ്കിലും പ്രീവിയസ് സ്റ്റഡി നടത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കും. അപ്പോൾ പറയാം ഇറ്റ് ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻഫോർമേഷൻ ഫോർ സം അതർ സ്റ്റഡി, സോ ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ട് ഫോർ ദ പ്രപ്പോസ്ഡ് സ്റ്റഡി. അതായത് വേറൊരു പേഴ്സൺസ് അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കും. അത് നമ്മുടെ സ്റ്റഡി ആയിട്ട് മാച്ച് ചെയ്ത് പോകണമെന്ന് ഒരു നിർബന്ധവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അത് ഒരു ഡിമെറിറ്റ് ആണ്. ദ ഡാറ്റ ഓൾറെഡി ബീങ് കളക്റ്റഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി മാച്ച്ഡ് ഫോർ അവർ പ്രപ്പോസ്ഡ് സ്റ്റഡി. നെക്സ്റ്റ് ഈസ് it is a past data. It is a past data. It is should be not current information. അതായത് നമ്മുടെ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ദാറ്റ് മീൻസ് പാസ്റ്റ് ഡാറ്റയാണ്. കറണ്ട് ഇൻഫോർമേഷൻസ് ഒന്നും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു വരില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ പാസ്റ്റ് ഡാറ്റ നോട്ട് ടു ബി കറണ്ട് ഇൻഫോർമേഷൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലിമിറ്റേഷൻ. തേർഡ് പോയിന്റ് ഈസ് ദ ഡാറ്റ ആർ നോട്ട് ബി അപ് ടു ഡേറ്റ്. ഡാറ്റ അപ് ടു ഡേറ്റ് ആയിരിക്കില്ല, പാസ്റ്റ് ഡാറ്റാസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാം ദ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ മേ നോട്ട് ബി ആക്യുറേറ്റ്. അതായത് നമ്മുടെ ഡാറ്റ ആക്യുറേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമ്മുടെ ഡാറ്റയ്ക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ആ ഡാറ്റ അവർ എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും അവരെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ പ്രപ്പോസ്ഡ് സ്റ്റഡി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. മാച്ച് ആയാൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് ആക്യുറേറ്റ് ആവണമെന്നും ഒരു നിർബന്ധവും ഇല്ല. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ സെക്കൻഡറി ഡാറ്റാസ് നമുക്ക് കിട്ടും, പക്ഷെ അത് ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് സോഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് ദ കറക്റ്റ് സോഴ്സ് നമുക്ക് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ വെയർ അബൌട്ട്സ് ഓഫ് സോഴ്സ് ഇറ്റ് കാനോട്ട് ബി അവൈലബിൾ. നമ്മുടെ സോഴ്സിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. The first one is already collected information ആണ്. It is a past data. It should not be include current information. The data should not be up to date and the source of data cannot be available. It may not be accurate. We are desired. അപ്പോൾ ഇതൊക്കെയാണ് ഡിമെറിറ്റ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.